സൂക്ഷിക്കണം. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് മഴക്കാലത്തെ പ്രാധാന്യമർഹിക്കുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നാണ്. കന്നുകാലികൾ, വളർത്തുമൃഗങ്ങൾ, മനുഷ്യർ എന്നിവയെല്ലാം ഒരേപോലെ ബാധിക്കുന്ന ഈ രോഗത്തിൻ്റെ രോഗകാരി ലെപ്റ്റോസ്പൈറ ഇനത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ്. എലികളാണ് ഇവയുടെ പ്രധാന രോഗവാഹകർ. രോഗലക്ഷണമൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ മാസങ്ങളോളം രോഗാണുക്കളെ മൂത്രത്തിലൂടെ വിസർജിക്കാൻ എലി വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾക്ക് കഴിയും. ഇവയുമായുള്ള പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സമ്പർക്കത്തിലൂടെ വളർത്തുമൃഗങ്ങളിലേക്കും രോഗം പകരുന്നു. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ബാക്ടീരിയയുടെ നിലനിൽപ്പ് അന്തരീക്ഷത്തിലെ താപനിലയെ ആശ്രയിച്ചിരിക്കും. ഈർപ്പമുള്ള മണ്ണിലും ആഴം കുറഞ്ഞ വെള്ളക്കെട്ടിലും 180 ദിവസം വരെ നിലനിൽക്കാൻ ഇവയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഇത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുന്നത്. ഈ രോഗാണുക്കളുള്ള മൂത്രത്തിലൂടെയാണ് പ്രധാനമായും എലിപ്പനി പകരുന്നത്. രോഗാണുക്കളുള്ള മൂത്രം ഭക്ഷണ പദാർത്ഥത്തിലോ കുടിവെള്ളത്തിലോ കലരുകയോ മൃഗങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോറലുകൾ, മുറിവുകൾ, മൃദുചർമ്മം, ശ്ലേഷ്മസ്തരം, നേത്രചർമ്മ പാളികൾ എന്നിവിടങ്ങളിൽ വീഴുകയോ ചെയ്താൽ രോഗബാധ ഉണ്ടാവും. എന്നാൽ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നായ്ക്കളിലെ രോഗലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത്. നായ്ക്കളിൽ ശക്തമായ പനിയാണ് ആദ്യ ലക്ഷണം. മഞ്ഞപ്പിത്തം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം കരളിനെയും കുടലിനെയും വൃക്കകളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. അതുകൊണ്ട് തന്നെ അണുക്കൾ വിവിധ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോട് കൂടിയും അല്ലാതെയും എലിപ്പനി കാണാറുണ്ട്. പനി, വായ്പുണ്ണ്, ഭക്ഷണം എടുക്കാതിരിക്കൽ, ഛർദി, രക്തം കലർന്ന മൂത്രം, മഞ്ഞപ്പിത്തം എന്നിവയാണ് സാധാരണ കാണാറുള്ളത്. വയറിലെയും പാദങ്ങളിലെയും ചെവിയുടെ അകവശത്തെ തൊലിക്കും മഞ്ഞ നിറം വരുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. പ്രാരംഭഘട്ടത്തിൽ ഈ അസുഖം നിർണയിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് മരുന്നുകൾ കൊണ്ട് ഒരു പരിധിവരെ ചികിത്സിക്കാവുന്നതാണ്. എങ്കിലും രോഗപ്രതിരോധം തന്നെയാണ് ഏറ്റവും നല്ല പോംവഴി. നമ്മുടെ നായ്ക്കുട്ടികളെ ഈ രോഗത്തിൽ നിന്ന് സുരക്ഷിതരാക്കുവാൻ വേണ്ടി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് ലഭ്യമാണ്. നായ്ക്കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യ കുത്തിവയ്പ്പ് എടുക്കാം. 3-4 ആഴ്ച കഴിയുമ്പോൾ ബൂസ്റ്ററും തുടർന്ന് വർഷം തോറും കുത്തിവയ്പ്പിന് വിധേയമാക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് നമ്മുടെ നായ്ക്കളെ രക്ഷിക്കാൻ കഴിയും. നായ്ക്കളെ മാത്രമല്ല, അതുവഴി മനുഷ്യരാശിയെയും ഈ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയും. കാരണം ഓമന മൃഗങ്ങളെ പരിപാലിക്കുന്ന ആൾക്കാരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. കന്നുകാലികൾക്ക് എലിപ്പനി വരും എന്നുള്ള അവബോധം പൊതുജനങ്ങളിൽ ഏറെക്കുറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പശുവിനെയും എരുമയും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ, പാടത്തിറങ്ങുന്നവരും തൊഴിലുറപ്പ് ജോലികളിൽ ഏർപ്പെടുന്നവരും എല്ലാം അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ അവലംബിച്ചിട്ടാണ് പണിക്കിറങ്ങുന്നത്. പക്ഷേ ഓമന മൃഗങ്ങളുടെ കാര്യം വരുമ്പോൾ ഇത് ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഓമന മൃഗങ്ങളെ ഈ രോഗത്തിൽ നിന്ന് സുരക്ഷിതരാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയും രോഗം ബാധിച്ച നായ്ക്കളുമായി അടുത്തിടപഴകാൻ അനുവദിക്കാതിരിക്കുന്നതിലൂടെയും മറ്റ് അണുനശീകരണ മാർഗങ്ങളിലൂടെയും എലി നശീകരണ മാർഗങ്ങളിലൂടെയും ഒക്കെ ഈ രോഗത്തെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയും. രോഗപ്രതിരോധം തന്നെയാണ് ഏറ്റവും നല്ലത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് രോഗപ്രതിരോധം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.